ഗോപാലന്റെ കറുത്ത കാർ ഇരുട്ടിലേക്ക് മറഞ്ഞു. അത് പോകുന്നത് നോക്കി നിശ്ചലനായി രാഘവ് അവിടെ തന്നെ നിന്നു. അവന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫയലിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? അപ്പോഴാണ് മായ അങ്ങോട്ടേക്ക് വന്നത്. രാഘവ്, വാ, അമ്മയുടെ അടുത്തേക്ക് പോകാം. രാഘവ് പതുക്കെ തലകുലുക്കി. രണ്ടുപേരും വീണ്ടും ആശുപത്രിക്കുള്ളിലേക്ക് നടന്നു. അവിടെ ദേവകി കൈകൾ കൂപ്പി പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. രാഘവ് അമ്മയുടെ അരികിലിരുന്നു. അമ്മേ, ഇനി എല്ലാം ശരിയാകും. ദേവകി പതുക്കെ തല ഉയർത്തി. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മോനെ. പഴയ ഓർമ്മകൾ വീണ്ടും തിരിച്ചു വരുന്നു. രാഘവ് അത്ഭുതത്തോടെ അമ്മയെ നോക്കി. അമ്മയ്ക്ക് ഗോപാലനെ അറിയാമായിരുന്നു. ദേവിക്ക് കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. ശേഷം ഒരു ദീർഘനിശ്വാസം വിട്ടു. നിന്റെ അച്ഛനും ഗോപാലനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് വലിയ ഒരു ബിസിനസ് തുടങ്ങി. നിന്റെ അച്ഛൻ ഒരാളെ വിശ്വസിച്ചിരുന്നു. അയാൾ അദ്ദേഹത്തെ ചതിച്ചു. ആ വഞ്ചന കൊണ്ടാണ് നമ്മുടെ ജീവിതം തകർന്നത്. രാഘവ് ദേഷ്യത്തോടെ ചോദിച്ചു. ആരാണ് ആ മനുഷ്യൻ? ദേവകി മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആശുപത്രി മുഴുവൻ ഇരുട്ടിലായി. ലൈറ്റുകളെല്ലാം ഓഫായിരുന്നു. ദേവകി ഭയന്ന് മായയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. രാഘവ് കയ്യിലുള്ള ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. അപ്പോഴാണ് ഇരുട്ടിനിടയിൽ ആരോ ഓടുന്ന ശബ്ദം കേട്ടത്. അതിന് പിന്നാലെ ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളിയും കേട്ടു. രാഘവും മായയും ആ ശബ്ദം കേട്ട ദിശയിലേക്ക് ഓടി. ഇരുട്ട് കാരണം ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. രാഘവ് ഫോണിന്റെ ടോർച്ച് താഴേക്ക് അടിച്ചു. അവിടെ ഒരു നഴ്സ് ബോധരഹിതയെ കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ ലെറ്ററും ഉണ്ടായിരുന്നു. രാഘവ് പതുക്കെ അത് തുറന്നു. അതിലൊരു വരി മാത്രം. സത്യം അറിയാൻ ശ്രമിക്കരുത്. അടുത്തത് നിങ്ങളായിരിക്കും. ആ വാക്കുകൾ വായിച്ചതും രാഘവിന്റെ മുഖം വിളറി. മായ ഭയന്ന് ചോദിച്ചു, ഇതൊക്കെ ആരാണ്? അപ്പോഴേക്ക് ആശുപത്രിയിലെ ജനറേറ്റർ ഓണായി. ലൈറ്റുകൾ വീണ്ടും തെളിഞ്ഞു. ഡോക്ടർമാരും നഴ്സുമാരും ഓടിയെത്തി. നഴ്സിനെ വേഗം എമർജൻസി വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. രാഘവ് ചുറ്റും നോക്കി. പക്ഷേ ആക്രമിച്ച ആളെ എവിടെയും കണ്ടെത്താനായില്ല. അപ്പോഴാണ് ആശുപത്രിയുടെ വരാന്തയിൽ ദൂരത്ത് ഒരു കറുത്ത ഹൂഡി ധരിച്ച ആൾ പടികളിറങ്ങി ഓടുന്നത് കണ്ടത്. നിൽക്ക് എന്ന് വിളിച്ചുകൊണ്ട് രാഘവ് അവന്റെ പിന്നാലെയോടി. മായയും കൂടെ ഓടി. പക്ഷെ പുറത്തെത്തിയപ്പോൾ മഴ മാത്രം. ആ നിഴൽ എവിടെയോ മറഞ്ഞിരുന്നു. രാഘവ് ദേഷ്യത്തോടെ കൈ ചുരുട്ടി. നീ ആരായാലും ഞാൻ നിന്നെ കണ്ടെത്തും. നിലത്തൊരു പഴയ താക്കോൽ മാത്രം. രാഘവ് അത് കയ്യിലെടുത്തു. താക്കോലിൽ ഒരു വാക്ക് എഴുതിയിരുന്നു, VK. രാഘവ് ആ അക്ഷരങ്ങൾ നോക്കി ആശ്ചര്യപ്പെട്ടു. VK, എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. രാഘവ് കോൾ എടുത്തു. ഫോണിന്റെ മറുവശത്ത് ഒരു ഗൗരവമുള്ള ശബ്ദം. ആ താക്കോൽ നിന്റെ ജീവിതം മാറ്റിമറിക്കും. പക്ഷെ ഗോപാലനെ വിശ്വസിക്കരുത്. കോൾ പെട്ടെന്ന് തന്നെ കട്ടായി. മായ അവന്റെ അരികിലേക്ക് വന്നു. ആരായിരുന്നു ഫോണിൽ? രാഘവ് പതുക്കെ പറഞ്ഞു. ഗോപാലനെ വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞത്. മായ ഞെട്ടി. അപ്പോൾ ഗോപാലൻ നമ്മളെ വഞ്ചിക്കുകയാണോ? രാഘവ് തല കുലുക്കി. ഇപ്പോൾ ഒന്നും ഉറപ്പില്ല. പക്ഷെ ഈ താക്കോൽ എന്തോ ഒരു രഹസ്യത്തിലേക്കാണ് വഴി കാണിക്കുന്നത്. അവർ വീണ്ടും ആശുപത്രിക്ക് ഉള്ളിലേക്ക് നടന്നു. അതേസമയം ഗോപാലൻ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അയാളുടെ മുന്നിൽ പഴയ ഫോട്ടോകളും രേഖകളും അടങ്ങിയ ഒരു വലിയ പെട്ടിയും ഉണ്ടായിരുന്നു. ഗോപാലൻ ആ പെട്ടി തുറന്നു. പഴയ ഫോട്ടോകളും രേഖകളും കണ്ടപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അതിൽ രാഘവിന്റെ അച്ഛനോടൊപ്പമുള്ള ഒരു പഴയ ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് കണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നോട് ക്ഷമിക്കുന്ന സുഹൃത്തെ, സത്യം ഇത്രയും വർഷം മറച്ചു വെക്കേണ്ടി വന്നു. അപ്പോഴാണ് വീട്ടിലെ ഡോർബെൽ മുഴങ്ങിയത്. ഗോപാലൻ വാതിൽ തുറന്നു. പുറത്ത് ഒരു അജ്ഞാതൻ. മുഖം തൊപ്പിയും മാസ്കും കൊണ്ട് മറച്ചിരുന്നു. അയാൾ ഒരു കവർ ഗോപാലന് നൽകി. ഇന്ന് രാത്രി 12 മണിക്ക് പഴയ ഗോഡൌണിൽ വരൂ, അല്ലെങ്കിൽ എല്ലാം അവസാനിക്കും. അത് പറഞ്ഞ് ആ അജ്ഞാതൻ ഇരുട്ടിലേക്ക് മറഞ്ഞു. ഗോപാലന്റെ മുഖത്ത് ഭയം നിറഞ്ഞു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും തിരിച്ചു വന്നോ?